ഹൈറ്റിൽ ഇരുന്ന് പോകണം. അതിൽ ബൈക്കിൽ ഒരു അഡ്വഞ്ചർ കൂടുതൽ ഫോക്കസിങ്. അപ്പൊ ഇതിൽ ഫുള്ളി അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു എക്സ്ട്രീം ഓഫ് റോഡിനാണ് ആ ഒരു വേരിയന്റ് ചൂസ് ചെയ്യേണ്ടത്. ഇതിൽ ലുക്കിലിട്ട് നമുക്ക് സർവീസ് ഒക്കെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും നമ്മളെല്ലാ വണ്ടികൾക്കും 16,000 കിലോമീറ്റർ ഓടുമ്പോൾ സർവീസ് വരുന്നത്. ഇയർലി വൺസ് മാത്രം സർവീസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് എക്സ്റ്റെൻഡ് വാറന്റി കാര്യങ്ങൾ വാറന്റി നമുക്ക് 5 ഇയർ വന്നു. ഇപ്പോൾ അത് 10 ഇയർ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 10 ഇയർ ആയിട്ട്. നമ്മുടെ ബിഗിനിങ് അല്ലെങ്കിൽ എൻട്രി ലെവൽ എന്ന് പറഞ്ഞാൽ തന്നെ 400 cc വണ്ടിയാണ്. 400 cc ആണ് നമ്മുടെ ബേസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതിന് ഏകദേശം എത്ര മൈലേജ് ആണ് കമ്പനി പറയുന്നത് ക്ലെയിം ചെയ്യുന്നത്? 40 റേഞ്ചിലാണ് നമുക്ക് ഷുവർ ആയിട്ട് കിട്ടുന്ന മൈലേജ് അപ്പോൾ പറഞ്ഞത്. അതായത് കസ്റ്റമർ ഫീഡ്ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മൈലേജ് കിട്ടും. ജോമോന്റെ സുവിശേഷം എന്ന മൂവിയിൽ നമ്മുടെ സ്വന്തം ദുൽഖർ യൂസ് ചെയ്ത ഒരു മോഡൽ, യെസ്, ട്രയംഫ് തണ്ടർബേർഡ്. ഇന്നത്തെ വീട്ടിൽ നമ്മളുള്ള ട്രയംഫ് പ്ലസ് KTM ഷോറൂമിൽ തിരൂര് ഏറ്റവും പുതിയ ഷോറൂമിലാണ് നമ്മൾ വന്നത്. ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഈ ഒരു ഷോറൂമിൽ എന്തൊക്കെ മോഡൽ ഉണ്ട്, എന്തൊക്കെ ഓഫേഴ്സ് ഉണ്ട് ഇയർവെന്റിന്റെ ഭാഗമായിട്ട് ജസ്റ്റ് നോക്കിയിട്ടാം. എല്ലാവർക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് കൃത്യമായ സ്വാഗതം. പ്ലസ് കോട്ടു ട്രയംഫ് ആൻഡ് പ്ലസ് KTM ഷോറൂം. അപ്പോൾ നമ്മളങ്ങനെ ഷോറൂമിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെൽക്കം ചെയ്യുന്നത് നമ്മളെ വിഷ്ണു ബ്രോ. ഏകദേശം 2 വർഷത്തെ പരിചയം നമ്മൾ പിന്നെ ഇതിന് മുന്നേ ഒരുപാട് ഷോറൂമിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഏത് ഷോറൂമിൽ കയറി നമ്മളെ വിളിക്കും, നമുക്ക് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. സംശയം ഉണ്ടോ? ഇപ്പൊ വിഷ്ണു ചേട്ടാ, ഇപ്പൊ എത്ര കാലമായി ഷോറൂം ഓപ്പൺ ആയിട്ട്? ഇതിപ്പോ നമ്മൾ കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് ഓപ്പൺ ആയത്. 20-ാം തീയതി ആയിരുന്നു ഒഫീഷ്യൽ ലോഞ്ച് വന്നിരുന്നത്. അത് ഇത് ആദ്യം KTM മാത്രം തന്നെ ഷോറൂമാണ്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ തന്നെ ആകെ 3 ഷോറൂം എങ്ങനെ ഉള്ളൂ. K+T എന്ന് പറഞ്ഞിട്ട് 2 കൂടി കൊളാബ് ചെയ്തിട്ടാണ് നമുക്ക് ഷോറൂം വരുന്നത്. അപ്പൊ നമുക്ക് എൻട്രി ലെവലായിട്ട് ഇപ്പോൾ സാധാരണക്കാരൻ ഒരാൾക്ക് ട്രയംഫിന്റെ ഒരു വാഹനം സ്വന്തമാക്കണം, ഇപ്പോൾ ഒരു എൻട്രി ലെവൽ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡൽ ഇപ്പൊ ഏതാണ്? ഓക്കെ, നമ്മളുടെ എല്ലാ വണ്ടികളും നമ്മുടെ ബിഗിനിങ് അല്ലെങ്കിൽ എൻട്രി ലെവൽ എന്ന് പറഞ്ഞാൽ തന്നെ 400 cc വണ്ടിയാണ്. 400 cc ആണ് നമ്മുടെ ബേസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ തന്നെ അതിന്റെ എൻട്രി ലെവൽ വെഹിക്കിൾ ആണ് ഈ ഇറങ്ങുന്നത്, ഈ ഒരു മോഡൽ. അതെ, സ്പീഡ് T4 എന്നാണ് വേണ്ട പേര്. T4. അതെ. അപ്പോൾ ഇത് ഏകദേശം എത്രയാണ് ഓൺ റോഡ് പ്രൈസ് മോഡലിന്? ഓൺ റോഡ് നമുക്ക് ഓൾമോസ്റ്റ് 2.5 lakhന് നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. 2.5. അതെ. അപ്പോൾ നിങ്ങളൊരു വാഹനം ഒരു എൻട്രി ലെവൽ സെഗ്മെന്റ് നോക്കുന്ന ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് T4. അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തമാക്കുകയാണെങ്കിൽ ഏകദേശം എത്ര പറഞ്ഞത്? 2.5 ലാക്കാണ് നമ്മൾ കാണേണ്ട പ്രൈസ്. അപ്പോൾ ഡൗൺ പേയ്മെന്റ് എത്രയാണ് നമുക്ക് ഡൗൺ പേയ്മെന്റ് കംപ്ലീറ്റ്ലി സിബിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതെ. പക്ഷേ നല്ല സിബിലും സ്കോർ കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെന്ന് നമുക്കൊരു 25 ബിലോ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ള മോഡലല്ലേ? ഡ്രൈവിംഗ് കംഫർട്ടാണ് നമ്മുടെ മെയിൻ. അതായത് നമ്മളിപ്പോൾ ഇവിടെ റേസിംഗ് സ്പെക്ക് വണ്ടികളും ഉണ്ട്, അതുപോലെ തന്നെ ഡ്രൈവിന് വേണ്ടിയുള്ളതും. അതായത് അഡ്വഞ്ചർ വേണമെങ്കിൽ അതുകൊണ്ട് എല്ലാ കാറ്റഗറി നമുക്ക് ഷോറൂമിന്റെ മെയിൻ ഒരു പ്രത്യേകത തന്നെ. അതായത് ഏത് കാറ്റഗറി വേണമെന്നുണ്ടെങ്കിലും വണ്ടി ചൂസ് ചെയ്യാം. ഒരു ട്രയംഫ് എന്ന് കേൾക്കുമ്പോൾ ഒരു ലക്ഷറി അല്ലെങ്കിൽ ഇത്ര പ്രൈസ് ഓവറുള്ള വണ്ടിയിൽ മാത്രം ഉണ്ടാവുന്നുള്ള ഒരു വിചാരം എല്ലാവർക്കും തെറ്റിദ്ധാരണ. പക്ഷെ നമുക്ക് എൻട്രി ലെവലും കൂടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ 400 cc 35 PS പവർ വരും, അതുപോലെ തന്നെ 37.5 Nm ടോക്ക് വരുന്നുണ്ട്. പിന്നെ ട്യൂബ്ലെസ് ടയേഴ്സ്, LED ലൈറ്റ്, അതുപോലെ തന്നെ ക്ലസ്റ്റേഴ്സ്, ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഒരു ടൂറിംഗ് ബൈക്ക് ആയിട്ട് നമുക്ക് കാറ്റഗറി ഉൾപ്പെടുത്താം. ടൂറിംഗ് എന്നല്ല, ശരിക്കും ഡെയിലി കമ്പ്യൂട്ടർ കമ്പ്യൂട്ടേഴ്സിൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന മെയിൻ്റനൻസ് ആണെന്നുണ്ടെങ്കിലും വളരെ കുറഞ്ഞിട്ടുള്ള ഒരു പവറും ഉണ്ട്. അതെ, 350 cc വണ്ടികൾ നോക്കുന്നവർക്ക് ധൈര്യമായിട്ട് അപ്ഡേഷൻ നോക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. കാണുമ്പോൾ തന്നെ ഒരു ഭീകരനായ ഒരു വണ്ടിയുടെ ലുക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. എക്സോസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് നോക്കിയാലോ? പിന്നെന്താ, പിന്നെ എക്സോസ്റ്റ് ഒന്ന് കേട്ടോ നോക്കാം. സൗണ്ടിലും ഒരു ഡിഫറൻസ് തോന്നുന്നില്ല? എന്തായാലും ഉണ്ടാവും. അപ്പോൾ T4ന്റെ ഡീറ്റെയിൽസ് ഇത്രയൊക്കെയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് മോഡൽ ഏതാ വരുന്നത്? ഇതിന്റെ നേരെ മേലുള്ള മോഡലാണ് നമുക്ക് ഇത്. അതായത് സ്പീഡ് 400 എന്നാണ് ഈ വണ്ടിയുടെ പേര്. നോർമൽ T4ഉം അതുപോലെ തന്നെ ഈ ഒരു സ്പീഡ് 400ഉം എന്താണ്? സ്പീഡ് 400 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ USD ഫോർക്കാണ് വരുന്നത്. ബെറ്റർ ഹാൻഡ്ലിംഗ് ആണ്. അതായത് ഓൺ റോഡിൽ ബെറ്റർ ഹാൻഡ്ലിംഗ് കിട്ടും. അതെ. അതേപോലെ തന്നെ റൈഡ് ബൈ വയർ ആണ് നമുക്ക് വരുന്നത്. സെൻസേഴ്സ് ത്രൂ ആണ് നമുക്ക്. ലിവേഴ്സ് ഒക്കെ അഡ്ജസ്റ്റബിൾ അല്ലേ വരുന്നത്? 2 ലിവേഴ്സ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് നമ്മുടെ ഒരു ബേസിക് കാര്യമായിട്ട് തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. പിന്നെ ഒരു കളർ തീം തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലേ? വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡുവൽ ടോൺ കളറിലാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എക്സോസ്റ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് എക്സോസ്റ്റിന്റെ നോട്ടിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് കേൾപ്പിച്ചു നോക്കാം. ഷുവർ ആയിട്ട്. ഇതിന്റെ ഒരു ഓൺ റോഡ് പ്രൈസിലോട്ട് വരികയാണെങ്കിൽ ഇത് നമുക്ക് വരുന്നത് 3.15 ആണ്. 3.15. ഒരു ഡൗൺ പേയ്മെന്റ് എത്ര കാണുന്നില്ല ഈ ഒരു മോഡലിൽ? 30-35 ആ റേഞ്ചിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു സെഗ്മെന്റ് ഏത് സെഗ്മെന്റ് ഉൾപ്പെടുത്തിയ ഒരു മോഡല്? ഇപ്പോൾ കമ്പാരിസൺ നോക്കാനാണെന്നുണ്ടെങ്കിൽ
നമ്മളുടെ CB 350, RS 350 ഒക്കെ ആ നോക്കുമ്പോൾ ഒരു 350 സെഗ്മെന്റിൽ 350 സെഗ്മെന്റിനായിട്ട്, അതായത് ആ പ്രൈസേ നമുക്ക് ഇതിന് വരുന്നുള്ളൂ. അത് കാരണമാണ്, പ്രൈസിന്റെ കാരണം കൊണ്ട് മാത്രമാണ്. ശരിക്കും ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞ പോലെ ഒരു ലക്ഷറി താങ്ങൂല എന്നൊരു ബ്രാൻഡ് അങ്ങനെ വിചാരിച്ചൊരു, അതായത് ഇപ്പോഴും ഈ ഒരു പേര് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുക ഒരു ലക്ഷറി ആ ഒരു സംഭവം തന്നെ അത് നമുക്ക് പറ്റില്ല. കുറച്ചുകൂടി 2.5 വണ്ടി കിട്ടുന്ന ഒരാൾ വിചാരിക്കുക പോലെ ചെയ്യും. ആ ഒരു പ്രതീക്ഷിക്കൂല ഒരു പ്രൈസിൽ ഒരു വണ്ടി കിട്ടുന്നത്. അപ്പൊ അത്യാവശ്യം നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അതെ, റോഡിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പെർഫോമൻസ് ഓറിയന്റഡ്. നമുക്ക് പിന്നെ ഒരു ഓൺ റോഡിൽ നമുക്കൊരു ഹൈവേ സ്പീഡിൽ ഒരു 35 റേഞ്ചിൽ മൈലേജും കിട്ടും നമ്മളെല്ലാ വണ്ടികളും. ഇപ്പൊ ഇതിന് ഏകദേശം എത്ര മൈലേജ് ആണ് കമ്പനി പറയുന്നത് ക്ലെയിം ചെയ്യുന്നത് 40 റേഞ്ചിലാണ്. നമുക്ക് ഷുവർ ആയിട്ട് കിട്ടുന്ന മൈലേജ് അപ്പോൾ പറഞ്ഞത്. അതായത് കസ്റ്റമർ ഫീഡ്ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മൈലേജ് കിട്ടും. നമ്മൾ റൈഡൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ, അപ്പൊ എന്തായാലും നമ്മൾ വീടിന്റെ എൻഡിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറയുകയാണ്. അപ്പം എക്സോസ് കൊണ്ട് കേൾപ്പിച്ചെടുത്താലോ? ഓ പിന്നെ സൗണ്ട് ഡിഫറൻസ് ഉണ്ടല്ലേ ഇത് കമ്പയർ ചെയ്യുമ്പോൾ? ഇപ്പൊ ഏത് ഹൈറ്റിലായിരിക്കും യൂസ് ചെയ്യുക? അതെ, നമുക്ക് കറക്റ്റ് ആയിട്ട് ഫ്ലാറ്റ് ഫുട്ട് അല്ല, നമ്മളുടെ കറക്റ്റ് കോമ്പാക്ട് ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. ഹൈറ്റ് കുറവുള്ള ആൾക്ക്, ഒരു ലേഡീസിനൊക്കെ ഒരു എൻട്രി ലെവൽ യൂസ്. ഷുവർ ആയിട്ടും, കാരണം ഇത് യൂസ് ചെയ്യുന്ന ലേഡീസ് ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് കൂടുതലും ലേഡീസ് ബൈക്കിലോട്ടാണ് വരുന്നത്. എല്ലാവരും വരുന്നുണ്ട്. സ്കൂട്ടി ഒക്കെ മാറി ഫുള്ള് ബൈക്കിലോട്ടാണ് ലേഡീസ് വരുന്നത്. അവർക്കൊക്കെ ബെസ്റ്റ് ചോയ്സ് ആയിട്ട് ഒരു സ്പീഡ് 400 ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് നമ്മൾ കൂടുതൽ സ്ക്രാംബ്ലർ 400X, ഒരു ചെറിയൊരു എൻട്രി ലെവൽ അഡ്വഞ്ചർ. അതെ, ഒരു അഡ്വഞ്ചർ സെഗ്മെന്റിൽ ഒരു ബൈക്കാണ്. ഇത് കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട് അല്ലേ അഡ്വഞ്ചർ ആയ കാരണം? നമ്മളുടെ ഇതിനെക്കാട്ടും ഏകദേശം ഒരു 20 mm ഡിഫറൻസ് വരുന്നുണ്ട് ഡൗൺ ക്ലിയറൻസ്. അതെ, ഇതും അത്യാവശ്യം നല്ലൊരു ചെറിയൊരു ഓഫ് റോഡ് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ചെറുതല്ല, കോമ്പാക്റ്റബിൾ ആണ്, നമുക്ക് എല്ലാ ഓഫ് റോഡിനൊക്കെ ഓക്കെ ആണ്, അതിലൊന്നും കുഴപ്പം വരുന്നില്ല. ലുക്കും ഏകദേശം സെയിം ആയിട്ട് വരുന്നുണ്ടല്ലേ? സെയിം എന്നല്ല, നമുക്ക് ടാങ്കിൽ എല്ലാറ്റിലും ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് അതായത് അത് ഫ്രണ്ട് പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ വലിയ ഡിഫറൻസ് തോന്നുന്നില്ല, ഏതാന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇല്ല. പക്ഷെ സൈഡ് പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും. പിന്നെ വണ്ടി കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഹൈറ്റിൽ നമുക്ക് മനസ്സിലാവും, നല്ല വ്യത്യാസമുണ്ട്. അതായത് ഹാൻഡ്ലിംഗിൽ തന്നെ നല്ല വ്യത്യാസം. ഇതിന്റെ ഹാൻഡിൽ ഒരു വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ കാര്യങ്ങൾ, വൈഡ് ആണ്, കുറച്ചും കൂടി അപ്രൈറ്റ് ആയിട്ടാണ് നമ്മൾ ഇരിക്കുക. ഒരു അഡ്വഞ്ചറിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു കേട്ടതാണ്. ഇപ്പൊ നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ നമുക്ക് എത്ര ഡ്രൈവ് ചെയ്താലും ഒരു മടുപ്പ് ഉണ്ടാവില്ല എന്ന് പറയുന്നത് അത് അതിന്റെ സീറ്റിംഗ് പൊസിഷൻ കാരണം തന്നെ. അതെ, കാരണം നമ്മൾ അധികം ലീൻ ചെയ്തിട്ടും അല്ല ഇരിക്കുന്നത്, ബാക്കിലേക്കായിട്ടും ഭയങ്കര പൊസിഷൻ, കറക്റ്റ് പൊസിഷനിലാണ് നമ്മൾ ഇരിക്കുക. അഡ്വഞ്ചർ വണ്ടികളുടെ പ്രത്യേകത തന്നെ അതാണ്. അപ്പൊ ആർക്കായാലും നമുക്ക് എത്ര ലോങ് ഡ്രൈവ് ചെയ്യാം സുഖമായിട്ട്. പേഴ്സണലി ഞാൻ ഇഷ്ടം എനിക്ക് അഡ്വഞ്ചർ ബൈക്കുകളാണ്. ഒരു സാധാരണ കമ്പ്യൂട്ടർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലും ഒരു അഡ്വഞ്ചർ ഇഷ്ടമാണ്. കാരണം എനിക്ക് കാറിൽ SUV ആണ്, ഹൈറ്റിൽ ഇരുന്ന് പോകണം. അതിൽ ബൈക്കിൽ എനിക്ക് അഡ്വഞ്ചർ കൂടുതൽ ഫോക്കസിങ്. അപ്പൊ ഇതിൽ നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇതിലിപ്പോൾ ഡിഫറൻസ് ആയിട്ട് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പവറിൽ വ്യത്യാസം വരുന്നുണ്ട്. അതായത് 40 PS പവർ വരുന്നുണ്ട്. പവർ കുറച്ച് കൂടുതലുണ്ട്, പവർ കൂടുതലാണ്. 35.5 mm ടോക്കനാണ് വരുന്നത്, അത് സെയിം തന്നെയാണ്. നമുക്ക് പിന്നെ ടയറിന്റെ സൈസിൽ, അതായത് കുറച്ചും കൂടി ഹൈറ്റ്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഓഫ് റോഡും കൂടി ക്യാപ്പബിലിറ്റി വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. ഹൈറ്റ് ഉണ്ടായത്. അതെ, ഇതിൽ തന്നെ ഒരു മോഡലും കൂടി വരുന്നുണ്ട്. അതായത് ഇത് 400X ആണ്. 400XC എന്ന് പറഞ്ഞുള്ള ഒരു മോഡലും കൂടി നമുക്ക് സ്ക്രാംബ്ലറിൽ വരുന്നുണ്ട്. രണ്ട് ഡിഫറൻസ് എന്താ ഉള്ളത്? അതിൽ ഒന്ന്, ഇവിടെ നമുക്ക് അലോയ് വീലാണ് വരുന്നത്. അത് പക്ക ഒരു ഓഫ് റോഡർ എന്ന് തന്നെ പറയാം. അതായത് സ്പോക്ക് വീൽസ് ആണ് നമുക്ക് യൂസ് ചെയ്യാം. ആ ഒരു സ്പോക്ക് വീല്, അതിൽ സ്പോക്ക് വീല് നമുക്ക് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സ്പോക്ക് വീലും അല്ല, അതിൽ തന്നെ ട്യൂബ്ലെസ് ടയേഴ്സും കൂടി. ട്യൂബ്ലെസ്. നമുക്ക് രണ്ട് സ്പ്ലിറ്റഡ് സീറ്റ് ആണോ? അതെ, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഒരു ടോപ്പ് ബോക്സ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടി എല്ലാം എക്സസൈസ് ആയിട്ടുള്ള, അതായത് ട്രയംഫിന്റെ തന്നെ ഉണ്ട് എല്ലാ കമ്പനി ഓറിയന്റഡ് എക്സസൈസ് ഉണ്ടല്ലേ. ഇപ്പൊ ഒരു ടോപ്പ് ബോക്സും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ഭീകര വണ്ടിയാവും. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് സർവീസ് ഒക്കെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും, നമ്മളെല്ലാ വണ്ടികൾക്കും 16,000 കിലോമീറ്റർ ഓടുമ്പോൾ സർവീസ് വരുന്നത്. ഇയർലി വൺസ് മാത്രം സർവീസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നിയറിൽ നമ്മൾ തിരൂരിന്റെ സർവീസ് സെന്റർ നമുക്ക് ഇവിടെ തന്നെ വരുന്നത്. സെയിൽസും സർവീസും നമ്മൾ തിരൂര് അവൈലബിൾ ആണ്. ഇപ്പൊ മലപ്പുറത്ത് വേറെ എവിടെയൊക്കെയാണ് ഔട്ട്ലെറ്റ് ഉള്ളത്? മലപ്പുറത്ത് തന്നെ നമ്മുടെ ഷോറൂം വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ മലപ്പുറം ഈ 2 ഷോറൂമാണ് വരുന്നത്. പിന്നെ വരുന്നത് കാലിക്കറ്റിലാണ്. മലപ്പുറത്ത് പിന്നെ എവിടെയാണ് പറഞ്ഞത്? മലപ്പുറം തന്നെയാണ്. പിന്നെ പെരിന്തൽമണ്ണ ഉള്ളത്? പെരിന്തൽമണ്ണ ഉള്ളത് പെരിന്തൽമണ്ണ KTM ആണ് വരുന്നത്. അവിടെ സർവീസ് വരുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത് ട്രക്സ്റ്റൺ. അത് ആരായാലും നോക്കി പോകുന്നത് വേറൊരു ലീഗ് സാധനം തന്നെയാണ്. ഒരു കഫേ റൈസർ സെഗ്മെന്റ്. കഫേ റൈസർ ആണ്. നമുക്കിപ്പോ ഡേവിഡ് ബെക്കാമിന്റെ ഒക്കെ വീഡിയോസ് കാണുന്ന, അല്ലാണ്ട് പോസ്റ്റ് കാണുന്നവർക്ക് അറിയാം, ആള് യൂസ് ചെയ്യുന്ന ട്രയംഫിന്റെ തന്നെ കഫേ റൈസർ യൂസ് ചെയ്യുന്നത്. കഫേ റൈസർ ശരിക്കും ഒരു ലുക്കിൽ തന്നെ ആരെങ്കിലും നോക്കി പോകും. അതെ, പേഴ്സണലി എനിക്ക് ഈ ഒരു കഫേ റൈസർ താല്പര്യമില്ല, പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്കും കൂടി ഒരു ഇഷ്ടം തോന്നി ഒരു കഫേ റൈസറിനോട്. ശരിക്കും ആ ഒരു പൊസിഷൻ ഇരുന്ന് ഓടിക്കുമ്പോഴും അതെ,
കുറച്ചുകൂടി ഇത് എത്ര പഫിക്കോസ് വരുന്നത്? കുറച്ചും കൂടി പവർ കൂടുതലാണ് ഈ വണ്ടി ആകുമ്പോൾ. നമുക്ക് 42 PS പവർ വരും. 42. അതെ, 400 cc വരുന്നതോ? 400 cc തന്നെയാണ്. നമ്മളുടെ എല്ലാ വണ്ടി 400 cc ആണ്, പക്ഷെ എല്ലാത്തിനും ട്യൂണിങ്ങിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ട്യൂണിങ്ങിൽ ഓരോതിലും ട്യൂണിങ് ഡിഫറൻസ് വരുന്നുണ്ട്. ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ഒരു സീറ്റിംഗ് പൊസിഷൻ. അതെ, ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കഫേ റേസറിന്റെ എന്താ പറയാ ഹിസ്റ്ററി അറിയുന്നവർക്ക് അറിയാം. അതായത് ആ സമയത്ത് നമുക്ക് വണ്ടിയിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വണ്ടിയുടെ വെയിറ്റ് അത്രയും റിഡക്റ്റ് ചെയ്തിട്ട് എന്താ പറയാ റേസ് സ്പെക്ക് അതിന് വേണ്ടി തന്നെ ഇറക്കിയിരുന്ന ഒരു വണ്ടിയാണ്. അതായത് സാധാ വണ്ടികളിൽ നിന്ന് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ റോഡിൽ തന്നെ സാധാരണ ബൈക്കിൽ ഈ ഒരു ഹെഡ് വെക്കണുണ്ടല്ലോ. അതെ, കസ്റ്റമൈസ് ചെയ്ത് വെക്കുന്നുണ്ട് ചില. അതെ, ഇതൊക്കെ പിന്നെ നമുക്ക് സ്റ്റോക്ക് ആയിട്ട് അങ്ങനെ വരുന്നത്. നമുക്കിപ്പോ 650 cc ആണ് നമ്മളുടെ ഇതുണ്ടല്ലോ ഇന്റർസെപ്റ്ററും GT വരുന്നുണ്ട്. ആ സെയിം പവർ, അതായത് 46 സംതിങ് ആണ് നമുക്ക് പവർ വരുന്നത്. അതിനായിട്ട് ഡയറക്റ്റ് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റും. കാരണം വെയിറ്റിലുള്ള ഡിഫറൻസ്, വെയിറ്റിൽ കുറച്ച് ഡിഫറൻസ് കുറവുണ്ട്. അതെ, പക്ഷെ എന്നാലും അത്യാവശ്യം പെർഫിക്കസിൽ വരുന്നുണ്ട്. അപ്പൊ കണ്ടാൽ ആരായാലും ഒന്ന് നോക്കി പോയി ഒരു എൻട്രി ലെവൽ ആൾക്കാർക്ക് ഇത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. അപ്പൊ എത്ര ഇതിന്റെ ഒരു പ്രൈസ് സ്റ്റാർട്ടിങ്? ഇത് നമുക്ക് 365 ആണ് നമുക്ക് വരുന്നത്. 365. അതെ. ഇപ്പോ ഡൗൺ പേയ്മെന്റ് ഏകദേശം ഒരു 35 ആ റേഞ്ചിലുണ്ട്. ഇപ്പോൾ ഒരു 30,000 രൂപ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് ഡൗൺ പേയ്മെന്റ് വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് KTM കാറ്റഗറിയിലാണ്. അപ്പോൾ നമുക്ക് വേറെ സ്റ്റാഫ് നമ്മൾ കൂടെ വന്നിട്ടുള്ളത്. അവരുടെ പേര് മിഥുൻ. അപ്പം മിഥുൻ എന്നാണ് നമുക്ക് ഡീറ്റെയിൽസ് പറയാൻ വന്നുള്ളത്. ഇപ്പോൾ ഒരു KTM സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിൽ എൻട്രി ലെവലിൽ പറയാനുള്ളത് ഏത് വണ്ടിയാണ്? നമുക്കിപ്പോൾ KTM സെഗ്മെന്റിൽ വരികയാണെങ്കിൽ 160 ആണ് സ്റ്റാർട്ടിങ്. 160 ഇപ്പൊ നിലവിൽ നമുക്ക് സ്റ്റോക്ക് ഇല്ല. സ്റ്റോക്ക് ഇപ്പൊ ഇല്ല. ഇത് 200 ആണ്. 200. അപ്പൊ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി ഇവിടെ കിട്ടില്ല. ഓക്കെ, ഇതിപ്പോ 200 ആണ്. 200 സെഗ്മെന്റ്. ഇപ്പൊ ഇതും മറ്റേ എൻട്രി ലെവലിൽ എന്താ ഡിഫറൻസ് വരുന്നത്? CC മെയിൻ ആയിട്ട് CCന്റെ വ്യത്യാസം തന്നെ ഉള്ളൂ. ബാക്കി ഫീച്ചേഴ്സും ലുക്കും കാര്യങ്ങളെല്ലാം സെയിം ലുക്ക് തന്നെയാണ്. പെർഫിക്കോസിന് ഡിഫറൻസ് ഉണ്ടോ? എങ്ങനെ? പവർ 160 ആവും. അത് CC വരിക, അത് 200 ആണ്. എത്ര ഡിഫറൻസ് വരുന്നത്? അത് ഓൾമോസ്റ്റ് ഒരു 40 cc ഒരു അടുത്ത്. 40 cc. അപ്പൊ ഇത് നമുക്ക് ഏത് കാറ്റഗറിയുടെ ആൾക്കാർക്കാണ് കൂടുതലും ചൂസ് ചെയ്യേണ്ടത് ഈ ഒരു മോഡല്? ഇത് അധികം നമുക്ക് യൂത്തിന് തന്നെയാണ് കോൺസെൻട്രേറ്റ് നമ്മൾ ചെയ്യുന്നത്. ഒരു റൈഡിങ്, അതെ, റൈഡിങ്ങിന് അത്യാവശ്യം റേസിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ട്രാക്കിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ. ഇനി KTM എന്ന് പറഞ്ഞാൽ ആരായാലും ഇഷ്ടപ്പെടുന്ന ബ്രാൻഡാണ്, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നമ്മളൊരു യൂത്തിലെ ആൾക്കാർക്ക്. അതുപോലെ തന്നെ ഇതൊരു കമ്പ്യൂട്ടർ ബൈക്കിൽ യൂസ് ചെയ്തു ഡെയിലി യൂസിന് നമുക്ക് പറ്റിയ വണ്ടി തന്നെയാണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് വരുന്നത് 200 നമുക്ക് 233 ഓൺ റോഡ് വരും. 233. ഏകദേശം എത്ര രൂപ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഇടണം? അത് ഡിപ്പെൻസ് ആണ്. അത് 30 രൂപ വെച്ചിട്ടൊക്കെ സ്റ്റാർട്ടിങ് സിബിൽ സ്കോർ അനുസരിച്ച് അത് ഡിപ്പെൻഡ് ആണ്. ഇതാണ് ഓവറോൾ ഇതിന്റെ ഒരു എൻട്രി ലെവൽ ചൂസ് ചെയ്യാൻ പറ്റിയ മോഡൽ. ഇതിന് മുന്നത്തെ മോഡൽ നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആണ്, അതായത് ബുക്ക് ചെയ്ത ഷോറൂമിൽ എത്തിക്കുന്നതാണ്. ഇത് 200 cc. 200 നമുക്ക് അഡ്വഞ്ചർ സെഗ്മെന്റ് നോക്കാം. ഓക്കെ, ശരിക്കും ഇത് എന്താണ് ഐറ്റം? ഇത് അഡ്വഞ്ചർ 250 ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തത്. പക്ഷെ ലുക്കിൽ തന്നെ ഒരു ഭീകരനെ ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഒരു കുതിര നിൽക്കണ അതുപോലെ ഒരു ഹെഡാണ് ഈ ഒരു അഡ്വഞ്ചർ വന്നുള്ളത്. ഇപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് വരികയാണെങ്കിൽ 250. ഇത് 250 സെഗ്മെന്റിൽ വരുന്ന ഒരു അഡ്വഞ്ചർ ആണ്. അഡ്വഞ്ചർ നമുക്ക് സെയിം 390ന്റെ പുതിയ ലുക്കിൽ തന്നെയാണ് വണ്ടി വരുന്നത്. ടോട്ടൽ നമുക്ക് 3 വേരിയന്റ് ഉള്ളത്. 250, 390 H പ്ലസും 390 S. അതിലൊന്നൊരു സ്പോക്ക് വീൽസ് വരുന്നില്ല. സ്പോക്ക് വീൽ നമ്മൾ ടോപ്പ് എൻഡിലാണ്. 390 S ഫുള്ളി അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു എക്സ്ട്രീം ഓഫ് റോഡിനാണ് ആ ഒരു വേരിയന്റ് ചൂസ് ചെയ്യേണ്ടത്. ഇതിന്റെ ലുക്കിൽ തന്നെ ശരിക്കും ഒരു ഭീകരനാണ്, നമുക്ക് എവിടേക്കും കൊണ്ടുപോവാ. ടോട്ടൽ ലുക്ക് തന്നെ മാറിപ്പോയി പഴയ 390ന്റെ. ശരിക്കും ഒരു അഡ്വഞ്ചർ ചൂസ് ചെയ്യുന്നത് ഒരു ഡെയിലി യൂസിനാണോ അതോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? റൈഡും പോവാൻ നമുക്ക് ഒരു മിഡിൽ ലെവൽ ഓഫ് റോഡും നമുക്ക് ഈ 250 കൊണ്ട് സാറ്റിസ്ഫൈഡ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത്ര വലിയ വണ്ടിയാണ് നമുക്ക് തോന്നൂലല്ലേ? ഇല്ല, അത് യൂസിങ്ങിനുള്ള വണ്ടി ഭയങ്കര കംഫർട്ടാണ്, ഭയങ്കര ട്രാവലിംഗ് കംഫർട്ട് ലഭിക്കും. അടിപൊളി വണ്ടി. ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് വരികയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് 3 സംതിങ് വരുന്നുണ്ട്. 3 സംതിങ്. ശരിക്കും ലുക്കിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വണ്ടിയുടെ ഒരു എതിപ്പ്. കാരണം കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ബൈക്ക് ചൂസ് ചെയ്യുന്നത് ലോങ് ഡ്രൈവ് പോകാനും അതുപോലെ ഓഫ് റോഡിങ്ങും ഇതൊക്കെ എടുത്ത് ഒരു ലോങ് ട്രിപ്പ് ഒരു ബാക്കിൽ ടോപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ലുക്കിനെ കംപ്ലീറ്റ് മാറും. കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആക്സറീസ് വരുന്നില്ലേ? ആക്സറീസ് ഇപ്പോൾ ഇതിന് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്നത് സെൻട്രൽ സ്റ്റാൻഡ് മാത്രം ടോപ്പ് നമ്മൾ വേറെ എക്സ്ട്രാ ചെയ്യാം. നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാം, കമ്പനി ആയിട്ട് ഇറക്കുന്നില്ല. അത് ശരിക്കും ഇതിന്റെ ലുക്ക് മനസ്സിലാണെങ്കിൽ ബോക്സ് ഫുള്ള് വെക്കണം. അപ്പോൾ ഇതിന്റെ ഒരു ഓവറോൾ കസ്റ്റമർ ഫീഡ്ബാക്ക് എങ്ങനെ വരുന്നത്? നല്ല ഫീഡ്ബാക്ക് തന്നെയാണ്. അത്യാവശ്യം നമുക്കിപ്പോൾ അത്യാവശ്യം കൂടുതൽ എൻക്വയറി ഇപ്പോൾ 250 നല്ല വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ വന്ന സമയത്ത് 390 വെച്ചിട്ട് 250 ഇപ്പോൾ നല്ല രീതിക്ക് മൂവിങ് ഉണ്ട്.
മാർക്കറ്റ്. അതുപോലെ പഴയ ആൾക്കാരൊക്കെ പറയും KTM എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ ഒരു വണ്ടിയാണ്. അതൊന്നുമല്ല. പക്ഷെ ആ ഒരു കാര്യങ്ങളൊക്കെ മാറി. ഇപ്പൊ സെഗ്മെന്റ് തന്നെ മാറി. അഡ്വഞ്ചർ പോലും ഇറങ്ങുന്നത് അത്യാവശ്യം പവറും മൈലേജും ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മൈലേജും കാര്യങ്ങളും വണ്ടിക്ക്. അഫോർഡബിൾ മൈലേജ് ഒരു അക്കോർഡാണ് പോയത് അവിടെ. ഇപ്പൊ നെക്സ്റ്റ് കാറ്റഗറിയുള്ള വണ്ടി ഏതാണ്? നമുക്ക് 200 തന്നെ വേറെ കളർ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് 250 ഇപ്പോൾ അവൈലബിൾ ആണ്. 250 ബ്ലാക്ക് ആണ് വരുന്നില്ലേ? അതെ, ബ്ലാക്ക് ആണ്. ശരിക്കും നമ്മൾ KTM കേട്ടിട്ടുണ്ടെങ്കിൽ കൂടുതലും ആളുടെ മനസ്സിൽ ഒരു ഓറഞ്ച് കളറേ വരും. അതെ, അതിനൊരു വ്യത്യസ്തമായിട്ട് ബ്ലൂ കളർ വന്നിട്ടുണ്ട്. ഇതും 250cc ഡിഫറൻസ് ലുക്കിൽ വരുന്നുണ്ടോ? ഇല്ല, ആ ലുക്കിൽ നല്ല രീതിക്ക് ഡിഫറൻസ് വരുന്നുണ്ട്. ഫ്രണ്ട് പ്രൊഫൈൽ ഫുള്ള് മാറും. പ്രൊഫൈൽ മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിന് ഫുൾ ഫേസ് മാറി പുതിയൊരു ഫേസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇത് 250 സെഗ്മെന്റിൽ വരുന്ന ഇപ്പോൾ 3rd ജനറേഷൻ വണ്ടിയാണ്. 3rd ജനറേഷൻ. അതെ, 200 വെച്ച് നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് വണ്ടിക്ക് വരുന്നുണ്ട്. ലുക്കിൽ തന്നെ ഫുള്ള് മാറി. അതെ, സീറ്റ് ഹൈറ്റും കാര്യങ്ങളെല്ലാം ഡിഫറൻസ്. സ്പ്ലിറ്റഡ് സീറ്റ് ആണോ? അതെ, സ്പ്ലിറ്റഡ് ആണ്. ഇതിൽ ബാറ്ററി അതിന്റെ ബാക്കിലല്ലേ? ബാക്കിൽ. ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ളൊരു ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരികയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് 250 280 സംതിങ്. 282 വരുന്നു. ഏകദേശം ഒരു 90ന്റെ അകത്താണ് വരുന്നത് ഓൺ റോഡ് പ്രൈസ്. ഇത് ഏകദേശം ഒരു 30 to 40K മൈലേജ് എന്തായാലും കിട്ടും. ഡൗൺ പേയ്മെന്റ് ആ റേഞ്ച് സെയിം ഡൗൺ പേയ്മെന്റ് ആണ്. പിന്നെ എനിക്കൊരു ഡൗട്ട്, ഈ അസ്കോർണ എന്ന് പറയുന്നത് ശരിക്കും KTMന്റെ അണ്ടറിലുള്ള ഒരു ബ്രാൻഡ് ആണോ? അസ്കോർണ KTMന്റെ അണ്ടറിലല്ല, അത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ്. സെപ്പറേറ്റ് അത് ചോദിക്കാനുള്ള കാരണം വെച്ചാൽ നമ്മൾ ഷോറൂമിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് എന്താണെന്ന് അറിയില്ല. ഒരു രണ്ടും ഒരേ ഒരു സെഗ്മെന്റിലുള്ള ഒരു വണ്ടികളാണ്. സെഗ്മെന്റിൽ ഇത് ശരിക്കും ഏത് കാറ്റഗറി, ഏത് സെഗ്മെന്റ് വരിക ഈ ഒരു മോഡല് ഹസ്കോർണയുടെ? ഇത് വിറ്റ്പില്ലൻ 250 ആണ് CC വരുന്നത്. ഇത് തന്നെ 401 എന്ന് പറഞ്ഞിട്ട് വേറൊരു വേരിയന്റ് വരുന്നുണ്ട്. ഹൈറ്റ് കുറവുള്ള ഒരു മോഡൽ. കുറവാണ്, ഭയങ്കര യൂസിങ് കംഫർട്ട് ആയിരിക്കും വണ്ടി ഓടിക്കാൻ, കൺട്രോൾ ചെയ്യാനും. ഇരുന്ന് കഴിഞ്ഞാലും നല്ലൊരു പൊസിഷൻ കിട്ടുന്നുണ്ട്. കെട്ട് ഓടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈസിലി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. ഇതൊരു കമ്പ്യൂട്ടർ സെഗ്മെന്റ് ഉൾപ്പെടുത്തും ഡെയിലി യൂസ്. ഡെയിലി യൂസ്. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം അപ്പൊ എന്തൊക്കെ ഓഫേഴ്സ് അതല്ലെങ്കിൽ എന്തൊക്കെ ഗിഫ്റ്റ് നമുക്ക് തരുന്നുണ്ട് ജസ്റ്റ് നോക്കി നോക്കാം. ബ്രോ, ഇപ്പൊ ഇയറിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഓഫേഴ്സ് കാര്യങ്ങളുണ്ടോ ഇവിടെ? തീർച്ചയായിട്ടും ഉണ്ട്. KTM 160ക്ക് നമ്മൾ ഒറിജിനൽ മെയ്ഡ് ആയിട്ടുള്ള KTMന്റെ ഹെൽമെറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 160. അതെ, അത് ഇയറിന്റെ ഓഫർ ആയിട്ട് ചെയ്യുന്നതാണ്. അതേപോലെ 1 year RSA 10 year എക്സ്റ്റൻഡഡ് വാറണ്ടി നമ്മൾ ചെയ്യുന്നു. RSA റോഡ് സൈഡ് അസിസ്റ്റന്റ് നമുക്ക് വണ്ടി എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ഒക്കെ ആയി തന്നു കഴിഞ്ഞാൽ നമ്മൾ അസിസ്റ്റ് ചെയ്യും, റിക്കവറി ചെയ്യും. അപ്പൊ എവിടെയാണെങ്കിലും അതും നല്ലൊരു കാര്യം എടുത്ത് പറയാം. കാരണം ഒരു രാത്രി സമയങ്ങളൊക്കെ എന്താണെങ്കിലും അത്യാവശ്യമുള്ള കാര്യമാണ് റോഡ് സൈഡ് അസിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും എക്സ്റ്റൻഡ് വാറണ്ടി കാര്യങ്ങൾ? വാറണ്ടി നമുക്ക് 5 year വന്നു, ഇപ്പോൾ അത് 10 year ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 10 year ആയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടവർക്ക് പെട്ടെന്ന് ഡെലിവറി കൊടുക്കണം. നല്ലൊരു പ്രൈസിൽ തന്നെ എല്ലാവർക്കും വണ്ടി കൊടുക്കണം. അപ്പോൾ എനിവേ താങ്ക് യു. നമ്മുടെ പേര് മിഥുൻ. എനിവേ താങ്ക് യു. കൂടുതൽ സമയം നമ്മുടെ കൂടെ ചെലവെത്തിയതിൽ ഒരുപാട് നന്ദി.